ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഇവിടെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുകേഷ് നടനെ വീട്ടിലേക്ക് ഒരു മാർച്ച് നടത്തിയിരുന്നു. അത് പല രാഷ്ട്രീയ പാർട്ടികളും മുകേഷ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാർച്ച് നടത്തിയിരുന്നു. അങ്ങനെയുള്ള ഒരു മാർച്ച് ഇപ്പോൾ ഇത്രയും വലിയ അഴിമതിയും അതുപോലെ പോലീസിന്റെ ഒരു കൊലപാതകിയാണ്, ഒരു നൊട്ടോറിയസ് ക്രിമിനലാണ് ഇവിടുത്തെ ADGP എന്നുള്ള ആരോപണം ഉയർന്നിട്ട് എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു മാർച്ച് നടന്നില്ല? ഇത് ഞാനല്ല ചോദിക്കുന്നത്, CPM-ന്റെ MLA ആയ യു പ്രതിഭയാണ് ഇപ്പോൾ ഈ കാര്യം ചോദിച്ചിരിക്കുന്നത്. അത് യു പ്രതിഭയുടെ വിപ്ലവ സിംഹങ്ങളായ DYFI സഖാക്കൾക്കും കൂടി കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് യു പ്രതിഭ അത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും അഴിമതി നടന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും സമൂഹത്തിന് ഗുണമല്ലാത്ത കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അങ്ങോട്ട് മാർച്ച് നടത്തുകയും അവിടെ ചെന്നിട്ട് ആ ഓഫീസിലേക്ക് തള്ളിക്കയറുകയും അവിടെ കാണുന്ന ചെടിച്ചട്ടിയും ഗ്ലാസും ഒക്കെ എറിഞ്ഞുടക്കുകയും ചെയ്യുന്ന SFI-കാരെയും DYFI-കാരെയും ഇപ്പോൾ കാണാനില്ല. മാളക്കളിൽ ഒളിഞ്ചിരിക്കുകയാണോ ഇവന്മാർ എന്നാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത്. ഇപ്പോഴത്തെ ആ പാർട്ടി MLA കൂടിയായ യു പ്രതിഭയും ആ തരത്തിൽ തന്നെ പേരെടുത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകൾ വന്ന കാര്യങ്ങളെല്ലാം ശരിയാണെങ്കിൽ അത് അന്വേഷിക്കുക തന്നെ വേണം. അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ആരായാലും, ഈ എത്ര വലിയവനായാലും, അതായത് മുകേഷിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അല്ലെങ്കിൽ ഉദ്ദേശിച്ചുകൊണ്ടാണ് ആളായാലും ശിക്ഷ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പിന്നെ പ്രതിഭ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്, അവർ പറഞ്ഞത് ഇതാണ്: നിങ്ങൾ എന്തുകൊണ്ട് അവിടെ കോഴിയും ചൂരുമൊക്കെ ആയിട്ട് മുകേഷിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയല്ലോ, ആ മാർച്ച് നടത്തിയവന്മാരെല്ലാം ഇവിടെ പോയി. അതുപോലെ തന്നെ മറ്റു പല പിന്നെ സമൂഹത്തിൽ നടക്കാത്ത പിന്നെ വേണ്ടാത്ത കാര്യങ്ങൾ നടന്നാൽ, അതല്ലെങ്കിൽ അഴിമതി നടന്നു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ആരോപണം നടന്നു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ഈ മാർച്ച് നടത്തുന്ന മറ്റ് യുവജന സംഘടനകൾ എങ്ങോട്ട് പോയി എന്ന തരത്തിലാണ് അവർ പറയുന്ന കാര്യങ്ങൾ. ഈ ഒരു പോലീസുകാരൻ ഇവിടെ പിന്നെ പോലീസുകാരുടെ ഭരണമാണ് നടക്കുന്നത്. ഇവിടെ ഒരു ജനാധിപത്യ ഭരണമാണ്. ഈ ജനാധിപത്യ ഭരണക്രമത്തിൽ ജനാധിപത്യമാണ് വളരേണ്ടത്. ജനപ്രതിനിധികളാണ് ഈ രാജ്യം ഭരിക്കേണ്ടത്, അല്ലാതെ കുറെ ഉദ്യോഗസ്ഥന്മാരല്ല എന്ന് അവർ ധൈര്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. എന്തായാലും അവർ പറഞ്ഞ ഒരു കാര്യം, ഇത്തരം കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞെങ്കിലും അവർ പറഞ്ഞ ഒരു കാര്യം ഞാൻ വായിക്കാം. പോലീസുകാർക്കെതിരെ അൻവർ നടത്തിയ വെളിപ്പെടുത്തലുകളിൽ ഒരുപാട് സത്യസന്ധത തോന്നി. അതുണ്ട്, ആത്മാർത്ഥയോടെയാണ് അൻവർ ആരോപണം ഉന്നയിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് അങ്ങനെയാണ്. അധികാരത്തിന്റെ ഇടനാഴികളിൽ എല്ലാ സ്വരമുള്ളവരുണ്ട്. അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ധാരാളം ഉദ്യോഗസ്ഥരുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷമുള്ള വെളിപ്പെടുത്തലിന്റെ ഭാഗമായി എല്ലാവരും മുകേഷിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുകയാണ്. ചൂലും കോഴിയുമൊക്കെയാണ് മാർച്ച്. എന്തുകൊണ്ട് DGP-യുടെ വീട്ടിലേക്ക് ആരും മാർച്ച് നടത്തുന്നില്ല ചോദ്യമാണ്. കോൺഗ്രസ് പറയുന്നത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ്. ADGP-ക്കെതിരെ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയിലേക്ക് എത്തിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുകേഷിലേക്ക് എത്തിച്ചതുപോലെ ചർച്ചകൾ വഴിമാറ്റി വിടാനുള്ള ശ്രമം നടക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഉദ്യോഗസ്ഥരുടെ അധികൃത സ്വത്ത് സമ്പാദനം അന്വേഷിക്കണം. ഭയങ്കര സംഭവമാണ്. പിന്നെ IPS-കാർക്കുണ്ട്, പക്ഷെ അവരങ്ങനെയല്ല, അവർ വളരെയധികം പണം ഉണ്ടാക്കുന്നുണ്ട്. ഇത് നോക്കാനും പരിശോധിക്കാനും ഇവിടെ ഒരു സംവിധാനമില്ല, ഇവിടെ ഒരു ഭരണവുമില്ല. ഉദ്യോഗസ്ഥ ദുർഭരണമല്ല നടക്കേണ്ടത്. ഇതൊരു ജനാധിപത്യ സംസ്ഥാനമാണ്. വേണ്ടതിൽ കൂടുതൽ സ്വത്ത് പല ഉദ്യോഗസ്ഥരും സമ്പാദിക്കുന്നുണ്ട്. അമിതമായ പണം ഇവർക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നതെന്ന് കണ്ടെത്തണം. TO സൂരജിന് 5 ഫ്ലാറ്റായ ശേഷമാണ് നമ്മൾ അദ്ദേഹത്തെ പറ്റി അന്വേഷണം ആരംഭിച്ചത്. TO സൂരജ് IAS-കാരൻ അനധികൃതമായിട്ട് വളരെയധികം പണം ഉണ്ടാക്കി എന്നുള്ളത് ആരോടും അതിനുശേഷമാണ് അത് കണ്ടെത്തിയത്. ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊന്നും നല്ലൊരു അവസരം ഉണ്ടാകുന്നില്ലെന്ന് പ്രതി പറഞ്ഞു. ഇതൊന്നും കാണാൻ, ഇതൊന്നും മനസ്സിലാക്കാൻ ഇവിടുത്തെ പാർട്ടിക്കോ ഇവിടുത്തെ ഭരണ സംവിധാനത്തിനോ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന പാർട്ടിക്കോ കഴിയുന്നില്ല എന്ന തരത്തിൽ തന്നെയാണ് പ്രതിഭ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്.